Do A. Holiday. Yep. Yay. Good job. You don't like a heart shape. That's okay. But ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഞങ്ങൾ പണ്ടും ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അതായത് ജേർണൽ എഴുതുക എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ജേർണലിങ് അങ്ങനെയൊരു ഇതല്ല ഞാനീ ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു ടീച്ചർ പിന്നെ പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണ്. ഞാൻ എൻ്റെ കുഞ്ഞ് ചെറുതായിരുന്നപ്പോൾ തൊട്ട് ഈ കുഞ്ഞിനോട് ഇങ്ങനെ ജേർണൽ എഴുതാൻ പറയുമായിരുന്നു. ജേർണൽ എഴുതുക എന്ന് പറയുന്നത് ജേർണലല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ കുഞ്ഞിനോട് പറയാണ് എഴുത്. നമ്മളെപ്പോഴും പറയുമല്ലോ എഴുതണമെന്ന്. അപ്പോൾ നമ്മൾക്ക് എല്ലാ ദിവസവും ഒരു വേർഡ് വെച്ച് എഴുതാൻ പറ്റുക എന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇതേപോലെ ഒരു ബുക്കിൽ ഇതിപ്പോൾ എൻ്റെ മോളുടെയാണ്, ഇതെൻ്റെയാണ്, ഇത് മോൻ്റെയാണ്. ഇപ്പോൾ മോൻ എഴുതിയത് നിങ്ങൾ കണ്ടില്ലേ, അതേപോലെ എല്ലാ ദിവസവും ഒരു വേർഡ് എഴുതാൻ പറ്റിയാൽ ആ വേർഡ് അവൻ പഠിക്കും, അതേപോലെ അത് സ്പെല്ല് ചെയ്യാൻ പഠിക്കും. അതാണ് ശരിക്കും. അപ്പം പിന്നെ അതുമല്ല, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എപ്പോഴും ഉള്ളത് നല്ലതാണ്. അതായത് കുട്ടികൾ എപ്പോഴും ഒരു താങ്ക്ഫുൾ, എന്താണ് അവർ ആ ദിവസം താങ്ക്ഫുൾ ആയിട്ടുള്ളത് എന്ന് എഴുതുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് അങ്ങനെ രണ്ട് ഉദ്ദേശമാണ് ഈ ബുക്കുകൾക്കുള്ളത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് അതുതന്നെയാണ്. ഞാനും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഇന്ന് നമ്മൾ എന്തിനാണോ താങ്ക്ഫുൾ ആയിട്ടുള്ളത് അത് എഴുതുക. അതുപോലെ തന്നെയാണ് മോളും അതേപോലൊക്കെ തന്നെയാണ് എല്ലാം എഴുതുക. അതായത് എന്താണ് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ വളരും തോറും അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കൂടും, അവരുടെ പിന്നെ എഴുതുന്നതിൻ്റെ ഇൻപുട്സ് കൂടും. അപ്പോൾ ചെറിയ കുട്ടികളോട് നിങ്ങളൊരു ബുക്ക് വാങ്ങിച്ചിട്ട് പിന്നെ പഠിക്കാൻ വേണ്ടി എഴുതെന്ന് പറയുന്നതിന് പകരം ഇതേപോലെ ഒരു സ്പെഷ്യലാക്കി ചെയ്യുവാണെങ്കിൽ അവർ പതുക്കെ തന്നെ അത് പിക്കപ്പ് ചെയ്യും. എഴുതുന്നതാണേലും പിന്നെ സ്പെല്ലിങ് പഠിക്കുക. എഴുത്ത് എന്നുള്ളതല്ല, സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കുക. അതേപോലെ അവർക്ക് എഴുതാൻ അവരുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ എഴുതാനായിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ള ഒരിതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും, മോനും മോളും ഞാനും ഒരു ജേർണൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി പ്ലാനറൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ടുള്ള ഒരു ഇത് എഴുതാൻ. മെയിനായിട്ടും കുട്ടികളെ ഇത് എഴുതിപ്പിക്കുന്നത് ഇതിനാണ്, ഒരു വാക്ക് അന്നവരെ എഴുതുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഇതൊരു ചെറിയൊരു ടിപ്പാണ്, എൻ്റെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ഒരു ചെറിയ ടിപ്പ്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ.